നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും പൊളിറ്റിക് മസാലയിലേക്ക് സ്വാഗതം. നമ്മൾ വോട്ട് ചെയ്യുന്നത് എന്തിനാണ്? 5 വർഷം നമ്മളെ ഭരിക്കേണ്ടത് ആരാണെന്ന് തീരുമാനിക്കാൻ. പക്ഷേ ആ തീരുമാനം നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ തന്നെയാണോ പുറത്തു വരുന്നത്? ഇന്ത്യയിൽ ഇലക്ഷൻ നടക്കുമ്പോഴൊക്കെ കേൾക്കുന്ന ഒന്നാണ് EVM മാനിപ്പുലേഷൻ. ഇപ്പോൾ ഇതാ കോഴിക്കോട് സ്ട്രോങ് റൂമുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന വാർത്തകൾ ആ സംശയങ്ങളെ ഒന്നുകൂടെ ബലപ്പെടുത്തുകയാണ്. എന്താണ് ശരിക്കും അവിടെ സംഭവിച്ചത്? എവിടെയാണ് പിഴച്ചത്? ആദ്യം നമുക്ക് EVMൻ്റെ കാര്യം നോക്കാം. ലോകത്ത് സാങ്കേതിക വിദ്യയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ജപ്പാനെ പോലെയുള്ള രാജ്യങ്ങൾ പോലും EVM വേണ്ടെന്ന് വെച്ച് ബാലറ്റ് പേപ്പറിലേക്ക് മടങ്ങിപ്പോയി. എന്തുകൊണ്ട്? കാരണം മനുഷ്യൻ നിർമ്മിക്കുന്ന ഏത് യന്ത്രത്തിലും തിരിമറി നടത്താമെന്ന തിരിച്ചറിവ് അവർക്കുണ്ട്. പലരും ചോദിക്കാറുണ്ട്, പേപ്പർ ബാലറ്റ് ആയാൽ അത് വോട്ടെണ്ണൽ സമയമെടുക്കില്ലേ എന്ന്. ഞാൻ ചോദിക്കട്ടെ, 5 വർഷത്തേക്ക് ഒരു ഗവൺമെൻറ്റിനെ തിരഞ്ഞെടുക്കാൻ 1-2 ദിവസം വൈകിയാൽ ഇവിടെ എന്ത് തകരാനാണ്? അമേരിക്കയിൽ വരെ ആഴ്ചകൾ എടുത്താണ് ഫലം പ്രഖ്യാപിക്കുന്നത്. വേഗതയേക്കാൾ പ്രധാനം വിശ്വാസ്യതയല്ലേ? ഇനി നമുക്ക് കോഴിക്കോടെ സംഭവത്തിലേക്ക് വരാം. JDT ഇസ്ലാം കോംപ്ലക്സിലെ സ്ട്രോങ് റൂമിൽ നടന്നത് സിനിമയെ വെല്ലുന്ന നാടകങ്ങളാണ്. പേരാമ്പ്രയിലെ സ്ട്രോങ് റൂം തുറക്കുമ്പോൾ അത് കോഴിക്കോട് 1ൻ്റെ മോണിറ്ററിൽ തെളിയുന്നു. ഇതെന്ത് കണക്ഷനാണ്? ഉദ്യോഗസ്ഥർ പറയുന്നത് സാങ്കേതിക പിഴവാണെന്നാണ്. പക്ഷേ ജനാധിപത്യത്തിൽ ഇത്തരം പിഴവുകൾ വലിയ വില നൽകേണ്ടി വരുന്നവയാണ്. സ്ട്രോങ് റൂമിന് ചുറ്റുമുള്ള പെരിമീറ്ററിൽ കേന്ദ്രസേനയല്ലാതെ ആരും പ്രവേശിക്കാൻ പാടില്ല. റിട്ടേണിംഗ് ഓഫീസറോ ഏജൻറ്റുമാരോ അറിയാതെ അവിടെ ആര് കയറി? എന്തിന് കയറി? കമ്പ്യൂട്ടറുകളും ടാബുലേഷനും നടക്കുന്ന സർവീസ് റൂം എന്തിനാണ് സ്ട്രോങ് റൂമിനുള്ളിൽ തന്നെ വെച്ചത്? മറ്റു മണ്ഡലങ്ങളിൽ ഇത് പുറത്താണല്ലോ. എന്തുകൊണ്ട് പേരാമ്പ്രയുടെ കാര്യത്തിൽ മാത്രം ഈയൊരു മാറ്റം? മറ്റൊരു കാര്യം, ഇത്തരമൊരു ഗൗരവകരമായ വിഷയമുണ്ടായിട്ടും UDF അല്ലാതെ മറ്റ് പ്രമുഖ പാർട്ടികൾ എന്തുകൊണ്ടാണ് ശക്തമായി പ്രതികരിക്കാത്തത്? അത്ഭുതകരമായി തോന്നുന്നില്ലേ? ഇലക്ഷൻ കമ്മീഷൻ്റെ മറുപടികൾ ഒട്ടും തൃപ്തികരമല്ല. സ്ഥാനാർത്ഥികളെയോ ഏജന്റുമാരെയോ 24 മണിക്കൂർ മുമ്പ് അറിയിക്കാതെ സ്ട്രോങ് റൂം തുറന്നത് ചട്ടലംഘനമാണ്. എനിക്കൊരു തെറ്റുപറ്റി എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ ഡെപ്യൂട്ടി കളക്ടർക്ക് കഴിയില്ല. ഇത്രയും വലിയ വീഴ്ച വരുത്തിയവർ ആ പദവിയിൽ തുടരുന്നത് തന്നെ സംശയകരമാണ്. ജനങ്ങളുടെ വോട്ടിന് കാവലിരിക്കേണ്ടവർ തന്നെ അത് അട്ടിമറിക്കാൻ കൂട്ടുനിൽക്കുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഈ ദുരൂഹത നീങ്ങിയേ തീരും. ഇല്ലെങ്കിൽ ജനാധിപത്യം എന്നത് വെറും പ്രഹസനമായി മാറും. ഇതിനെതിരെ ശക്തമായ നടപടികൾ ഉണ്ടാകണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഇത് പൊളിറ്റിക്കൽ മസാലയ്ക്ക് വേണ്ടി റോയ്സ് വ്ളോഗ്.